എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ബ്രോഡ്കാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ ഓരോ ഭാഗത്തുള്ളവരും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അത് ഉറ്റുനോക്കും. ട്രഫാൽഗറിലോ റോബിൻ, ലൂഫി, സ്മോക്കർ എന്നിങ്ങനെ വളരെ ഫേമസും പവർഫുള്ളുമായ ആൾക്കാരുടെ മരണം അതിപ്പോൾ ലോകം കാണാൻ പോവുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത യോസ്റ്റസ് അവനാണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യും. അപ്പൊ അപ്പോന്ന് പേരുള്ള ഒരുത്തനാണെങ്കിൽ ഏതോ ഒരുത്തനെ തല്ലി ചതച്ച് മുൻപിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോ ആണെങ്കിൽ വളരെ അറഗൻ്റായിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കും. അപ്പോന് 350 മില്യൺ ബെറി ബൗണ്ടിയാണ് അവനുള്ളത്. ഹോക്കിങ്സ് ആണെങ്കിൽ ഇപ്പൊ യൂസ്റ്റസിനെ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അവന്റെ കൺട്രോൾ പോയി ഒരുപാട് സ്ക്വാഡും ഇരുമ്പ് ദണ്ടുകളൊക്കെ അവനവന്റെ കയ്യിലേക്ക് അബ്സോർബ് ചെയ്ത് ഇപ്പൊ അപ്പോനെ അട്ടിക്കാനായിട്ട് തയ്യാറാവും. അപ്പോനാണെങ്കിൽ യാതൊരു കുലുക്കവും ഇല്ല. കമോൺ കമോൺ, ഇതിനു വേണ്ടി തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യും. ആക്ച്വലി ഇവരെ 3 പേരെയും അവിടേക്ക് ക്ഷണിച്ചത് ഒരു ടീമായി മാറാനാണ്. പക്ഷെ ഇപ്പൊ അവര് 3 പേരും ശത്രുക്കളായി മാറി പരസ്പരം ഫൈറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പോ ലൂഫിയ ടീമിനെ തൂക്കിയിട്ടിരിക്കുന്ന ആ ഒരു കേജ് കാണിക്കും. അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കാണിക്കും. ലൂഫി പറയും, ഫ്രാങ്കി നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ലേ? ആ ലേസർ ബീം പവർ അതുപയോഗിച്ച് ഈ സെല്ല് തകർക്ക്. അതിന് ഫ്രാങ്കി പറയും, എന്റെ 2 കൈ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കതിന് സാധിക്കൂ. ഉടനെ ട്രഫാൽഗറിലോ ഇപ്പം ദൂരത്തായിട്ട് കിടക്കുന്ന ആ നേവി കപ്പലിന്റെ ബാക്കി പോർഷൻ കാണും. അവൻ ഫ്രാങ്കിയോട് ചോദിക്കും, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ ഒരു പോർഷൻ അത് മാത്രം കത്തിക്കാനായിട്ട് കഴിയോ? അത് കേട്ട ഫ്രാങ്കി അവനിപ്പോ അവന്റെ പവർ മുഴുവൻ എടുത്ത് വായിലൂടെ തീ അത് പുറത്തേക്ക് തുപ്പും. ഞൊടിയിടയില് ആ കപ്പലിൽ തീ പിടിച്ച് അത് കത്തുകയാണ്. സീസറിനാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. ആ കപ്പലിൽ എങ്ങനെ തീ പിടിച്ചു എന്ന് മനസ്സിലാവാതെ അവനിപ്പോ വണ്ടടിക്കും. സീസർ ആണെങ്കിൽ അവരോട് നിലവിളിച്ചു പറയും, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു പ്രയോജനവും ഇല്ല. നിങ്ങളുടെ ഉള്ള പവർ അത് വെറുതെ പോകുമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു പോയിസൺ ഗ്യാസിനെ തീ കൊണ്ടൊന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇവിടെയാണെങ്കിൽ തീ പിടിച്ച് ആ കപ്പലിൽ നിന്ന് ഒരുപാട് പുകയൊക്കെ അവിടെ മുഴുവൻ സ്പ്രെഡ് ആവും. ഫ്രാങ്കിക്കാണെങ്കിൽ കലി കയറും. ട്രഫാൽഗറിലോ നീ ഒരുത്തൻ കാരണമാണ് ഞാനത് ചെയ്തത്. വെറുതെ ആവശ്യമില്ലാതെ ഒരുപാട് പുക ഇവിടെ മുഴുവൻ സ്പ്രെഡായി. മാത്രമല്ല ഈ കേജിലും പുക ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കൊണ്ട് ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല. ട്രഫാൽഗറിലോ ആണെങ്കിൽ ഒരല്പസമയം ചുറ്റും നോക്കും. അതിനുശേഷം ഞൊടിയിടയിൽ അവന്റെ ആ ഒരു ചെയിൻ അത് അഴിച്ചിടുകയാണ്. ചുറ്റുമുള്ളവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, ഇവനെങ്ങനെ അവന്റെ ചെയിൻ അഴിച്ചു. ഉടനെ ട്രഫാൽഗറിലോ അവൻ പറയും, ഞാൻ ആക്ച്വലി ഫോഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആ ഷിപ്പിന്റെ പോർഷൻ കത്തിക്കാൻ പറഞ്ഞത്. കാരണം ഈ സെല്ലിൽ എന്താ നടക്കുന്നതെന്ന് അവൻ കാണാൻ പാടില്ല. മാത്രമല്ല അവൻ എൻ്റെ കയ്യിലിട്ടത് നോർമൽ ചെയിനാണ്, അത് ഈസി ആയിട്ട് എന്നെ കൊണ്ട് തകർക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ട്രഫാൽഗറിലോ അവൻ മിനിറ്റുകൾ കൊണ്ട് അവന്റെ ആയുധം കയ്യിലേക്ക് കൊണ്ടുവരികയാണ്. ആക്ച്വലി നമ്മുടെ ട്രഫാൽഗറിലോ അവൻ സീസറിന്റെ സ്വഭാവം അത് തിരിച്ചറിഞ്ഞ സമയം തന്നെ സീപ്രിസം സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ ചെയിനിലെല്ലാം പകരമായിട്ട് നോർമൽ ചെയിൻ വെച്ച് അവൻ റീപ്ലേസ് ചെയ്തിരുന്നു. ട്രഫാൽഗറിലോ ആണെങ്കിൽ ഇപ്പൊ എല്ലാവരുടെയും ചെയിൻ വെട്ടിക്കളയാണ്. സ്മോക്കറിനെയും ടഷിക്കയുടെയും ചെയിൻ മാത്രം അവൻ വെട്ടില്ല. മാത്രമല്ല അവരുടെ 2 പേരുടെ സോള് ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ബോഡിയിലേക്ക് അവൻ കൊണ്ടുവരികയും ചെയ്യും. ടഷിക്കയാണെങ്കിൽ ഇപ്പൊ അവനോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് ഞങ്ങളെ കൂടെ റിലീസ് ചെയ്യണം. അതിന് സ്മോക്കർ, എന്നെ കൊണ്ട് പറ്റില്ല. ഇവനെപ്പോലെ ഒരുത്തിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് എന്റെ ജീവൻ അത് തിരികെ പിടിക്കാനായിട്ട്. അതിലും ഭേദം എനിക്ക് മരിക്കാനാണ് ഇഷ്ടം. അതിന് ടഷിക്കയാണെങ്കിൽ ഇപ്പൊ സ്മോക്കറിനോട് പറയും, നിങ്ങൾ എന്താ ഈ പറയണേ? നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. ആ G5 അഡ്മിറൽ അവൻ ഇത്രയും ബാഡ് ആണെന്നുള്ള കാര്യം നമുക്ക് മാത്രമേ അറിയൂ. അത് ഈ ലോകത്തെ അറിയിക്കണം. നമ്മുടെ ടീംമേറ്റ്സിനെ നമുക്ക് രക്ഷപ്പെടുത്തണം. വെർഗോയെ ഒരു കാരണവശാലും ഇങ്ങനെ ജീവിക്കാൻ അനുവദിച്ചുകൂടാ. നമുക്ക് ആ കുഞ്ഞുങ്ങളെയും നമ്മുടെ ടീംമേറ്റ്സിനെ ഒക്കെ രക്ഷിക്കണം. ഉടനെ ട്രഫാൽഗറിലോ ആണെങ്കിൽ ഇപ്പൊ സ്മോക്കറിനോട് പറയും, നിന്നെ ഞാൻ രക്ഷിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ടീമുമായിട്ട് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോവാം. പക്ഷെ ഒരു കണ്ടീഷൻ, അത് നിങ്ങൾ അനുസരിച്ചേ മതിയാവും. പക്ഷെ ഒരു കാര്യം, എന്നെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് പോലും നീ ആരോടും പറയാൻ പാടില്ല. അത് നീ ഇവിടെ വെച്ച് മറക്കണം. വേറെ വഴിയില്ലാതെ സ്മോക്കർ അതിന് ഓക്കെ പറയും. അവനാണെങ്കിൽ ഇപ്പോ സ്മോക്കറിന്റെ ചെയിൻ വെട്ടി താഴെയിടുകയാണ്. അതേസമയം ലൂഫി ആണെങ്കിൽ ഹായ് ആയിട്ട് ആ കേജൊക്കെ വലിച്ചു കീറി താഴേക്ക് ചാടുകയാണ്. ട്രഫാൽഗറിലോ ടെൻഷനായിട്ട്, ലൂഫി നീ എന്തായി ചെയ്യണേ? നിന്റെ ഇഷ്ടത്തിന് നീ ഓരോന്ന് കാട്ടിക്കൂട്ടുകയാണോ? ലൂഫി ആണെങ്കിൽ കൈയൊക്കെ നീട്ടി ട്രഫാൽഗറിലോയെ വിളിക്കും, നിങ്ങൾ എന്തിനാ ആ കൂട്ടി തന്നെ ഇരിക്കണേ? പുറത്തേക്ക് വായോ, ഇവിടെ അടിപൊളിയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ G5 സോൾജേഴ്സിനെ കാണിക്കും. അവരാണെങ്കിൽ ആ സ്മോക്ക് അത് അടുത്തേക്ക് വരുന്നത് നോക്കി നിൽക്കുകയാണ്. എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെടാന്ന് വെച്ചാ
അവർക്ക് അതിനുള്ള ആരോഗ്യമില്ല. മാത്രമല്ല ആ ഒരു ഐലാൻഡിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ അവർക്കൊരു കപ്പൽ ആവശ്യമാണ്. അതും അവരുടെ കയ്യിലില്ല. സ്മോക്കിൽ പെടാതിരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, എന്ത് വില കൊടുത്തും ആ ലാബിന്റെ അകത്തേക്ക് കയറുക. പക്ഷെ അതാണെങ്കിൽ ലോക്ക്ഡ് ആണ്. അവർ ആ ഡോർ പിടിച്ചു വലിച്ചും ശക്തിയിൽ ഇടിച്ചുമൊക്കെ അത് തകർക്കാൻ ശ്രമിക്കും. പക്ഷെ അത് തകരില്ല. മറ്റൊരു ഭാഗത്ത് സോറോ ആണ് ടീം. അവരാണെങ്കിൽ സർവ്വശക്തിയും സ്പീഡും ഒക്കെ എടുത്ത് മുൻപോട്ടേക്ക് കുതിച്ചു പായും. അവരുടെ തൊട്ട് പിന്നിൽ തന്നെ ആ ഫോഗ് അതങ്ങനെ സ്പ്രെഡായി വരികയാണ്. അവരുടെ മുന്നിലുള്ള ആ ഡ്രാഗണെ പിടിച്ച് അതിന്റെ ദേഹത്ത് കയറി എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനാണെങ്കിൽ അതിലും സ്പീഡ്. അവർക്ക് അതിന്റെ അടുത്തേക്ക് എത്താനായിട്ട് പറ്റുന്നില്ല. ആ സാമുറായി ആണെങ്കിൽ നല്ല സ്പീഡിൽ ഓടും. അവന്റെ തൊട്ട് പിന്നാലെ സോറോയും ബ്രൂക്കിനും സാഞ്ചിക്കും ഇപ്പൊ അത്ര സ്പീഡിൽ ഓടാനായിട്ട് കഴിയില്ല. സാഞ്ചിക്കാണെങ്കിൽ അവന്റെ ബോഡി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പൊ ആവശ്യത്തിന് സ്ട്രെങ്ത് ഇല്ലാതെ അവൻ വീക്കാവാൻ തുടങ്ങും. അപ്പോഴായിരിക്കും അവൻ ചിന്തിക്കുക അവന്റെ കയ്യിലുള്ളത് നാമിയുടെ ബോഡിയാണ്. ഈ ബോഡി സേഫ് ആയിട്ട് അവൾക്ക് കൊടുക്കേണ്ടത് അവന്റെ ഉത്തരവാദിത്തമാണ്. സോ ഒരു കാരണവശാലും ഇതിനൊരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സാഞ്ചി സർവ്വശക്തി എടുത്ത് മുൻപിലേക്ക് കുതിച്ചു പായും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ബ്രൗൺ ബിയർഡിനെ കാണിക്കും. അവനും നല്ല സ്പീഡിൽ ആ ലാബ് ലക്ഷ്യമാക്കി ഓടുകയാണ്. അവന്റെ ചുമലില് നാമിയും ഉസോപ്പും അവർക്ക് എങ്ങനെയെങ്കിലും ആ ലാബിലേക്ക് എത്തണം എന്നൊരൊറ്റ ചിന്തയാണ്. നാമിക്കും ഉസോപ്പിനും ബ്രൗൺ ബിയർഡിന്റെ അവസ്ഥ കണ്ട് ഒരുപാട് വിഷമം തോന്നും. കാരണം ഒത്തിരി പരിക്കുകൾ പറ്റിയിട്ടും അവരെ കൂടെ സേഫ് ആക്കി അവനിപ്പോ കൊണ്ടുപോവാണ്. ബ്രൗൺ ബിയർഡിന്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും അവന്റെ ടീംമേറ്റ്സിനെ രക്ഷിക്കുക എന്നതാണ്. അതേസമയം ഉസോപ്പിനും നാമിക്കും ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കണം എന്നൊരൊറ്റ ചിന്തയാണ്. നമ്മൾ എത്തുന്നത് വരെ അവർ ആ ക്യാൻഡീസ് അത് കഴിക്കാൻ പാടില്ല. അപ്പൊ ദൂരത്തായിട്ട് നാമി ഒരു കാഴ്ച കാണും. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സോറോയും ടീമും ഇപ്പൊ ആ ഡ്രാഗന്റെ മുതുകില് വലിഞ്ഞു കയറിയിരിക്കുകയാണ്. അവളാണെങ്കിൽ ആ കാഴ്ച അതങ്ങനെ കണ്ണുമൊട്ടാതെ നോക്കി നിൽക്കും. ഇവിടെ നമ്മുടെ ആൾക്കാർ കമോൺ കമോൺ സ്പീഡിൽ ഓട്, പോയിസൺ ഗ്യാസ് അത് നമ്മുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു എന്ന് പറയും. ടാഞ്ചി അതിനോട് പറയും ആക്ച്വലി എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല, പക്ഷേ എന്റെ കയ്യിലുള്ളത് അത് നാമിയുടെ ബോഡിയാണ്. നാമിയുടെ ബോഡി വെച്ച് ഒരു റിസ്ക് ഏറ്റെടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ നിന്റെ സഹായം തേടിയത്. ഡ്രാഗന്റെ വാഹലിന്റെ അറ്റത്താണ് നമ്മുടെ ബ്രൂക്ക് അവൻ തൂങ്ങിക്കിടക്കുന്നത്. അടുത്ത സെക്കൻഡ് ബ്രൂക്കിന്റെ കൈവിട്ട് അവൻ ആ പോയിസൺ ഗ്യാസിലേക്ക് തെറിച്ചു പോവാണ്. അത് കണ്ട ബ്രൗൺ ബിയർഡ് അവൻ എടുത്തു ചാടും. ഉസോപ്പ് കറക്റ്റായിട്ട് ബ്രൂക്കിനെ ക്യാച്ച് ചെയ്യും. അതിനുശേഷം ഇപ്പൊ രണ്ട് ടീമും ഒന്നായിട്ട് ഓടുകയാണ്. നാമിയെയും നമ്മുടെ ഉസോപ്പിനെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ എന്താ, ആ ഡ്രാഗന്റെ സ്പീഡ് അത് പതിയെ പതിയെ കുറഞ്ഞു വരികയാണ്. അതിനെ കൊണ്ട് മുൻപോട്ടേക്ക് സ്പീഡിൽ ഓടാനായിട്ട് കഴിയുന്നില്ല. അത് കണ്ട് ബ്രൗൺ ബിയർഡ് ആണെങ്കിൽ വിളിച്ചു പറയും എല്ലാവരും എന്റെ മുതുകിലേക്ക് കയറിക്കോ, ഞാൻ നിങ്ങളെ സ്പീഡിൽ കൊണ്ടുപോയി ആ ലാബിൽ എത്തിക്കാന്ന് പറയും. അത് കേൾക്കേണ്ട താമസം എല്ലാവരും ഇപ്പോ ബ്രൗൺ ബിയർഡിന്റെ ദേഹത്തേക്ക് വലിഞ്ഞു കയറുകയാണ്. ഡ്രാഗൺ ആണെങ്കിൽ നൈസായിട്ട് ബ്രൗൺ ബിയർഡിന്റെ വാലിൽ ആഞ്ഞു കടിക്കും. വേദന സഹിക്കാതെ ബ്രൗൺ ബിയർഡ് എടുത്തു ചാടി മുൻപോട്ടേക്ക് കുതിച്ചു പായും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ട്രഫാർഗറിലോ ആളൊരു റൂം ക്രിയേറ്റ് ചെയ്ത് ഒരു ഡോർ തുറന്ന് അകത്തേക്ക് പോവാണ്. മറ്റൊരു ഭാഗത്ത് ആ ട്രെഞ്ചിന് മുൻപിലുള്ളവര് അവര് വലിയ വലിയ ഇരുമ്പ് ദണ്ടൊക്കെ വെച്ച് ആ ഡോറിന് ഇടിക്കും. വാളൊക്കെ വെച്ച് വെട്ടും. പക്ഷെ ആ വാളും ദണ്ടും ഒക്കെ പൊടിഞ്ഞ് താഴെ വീഴാണ്. അവർ നൈസായിട്ട് പുറകിലേക്ക് നോക്കും. ആ പോയിസൺ ഗ്യാസ് അത് ഓൾമോസ്റ്റ് അവരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല. നമ്മളെല്ലാവരും ഈ ഗ്യാസിൽ പെട്ട് മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവരെല്ലാ പ്രതീക്ഷയും കൈവിട്ട് നിൽക്കുമ്പോഴായിരിക്കും വലിയ ശബ്ദത്തില് ആ വലിയ ഡോറ് അതിപ്പോ പതിയെ പതിയെ മുകളിലേക്ക് ഉയരുക. അവർക്കാണെങ്കിൽ ഭയങ്കര ആശ്വാസം. അവർ ഹാപ്പി ആയിട്ട് അകത്തേക്ക് കയറും. ആ ഡോർ തുറക്കുന്നത് കണ്ട മഞ്ഞ വില്ലന്മാര് അവരോടി അടുക്കും. അപ്പോഴായിരിക്കും ട്രഫാർഗർലോയെയും ലൂഫിയും ഒക്കെ കാണുക. അവർ ആ ഡോറിന് സെക്യൂരിറ്റി നിന്നിരുന്ന എല്ലാ മഞ്ഞ വില്ലന്മാരെ അടിച്ചിട്ട് ആ ഡോർ ഓപ്പൺ ചെയ്തു. G5 സോൾജേഴ്സ് എല്ലാവരും അകത്ത് കയറിയെന്ന് മനസ്സിലാക്കിയ അവരാണെങ്കിൽ ഇപ്പൊ ഡോർ ക്ലോസ് ചെയ്യും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ ആ ഡോർ ക്ലോസ് ആവുന്നത് കണ്ട് പേടിച്ച് മുൻപോട്ടേക്ക് ഓടുകയാണ്. ജോറോ ആണെങ്കിൽ ഇപ്പൊ ആ സാമുറായോട് ചോദിക്കും നിന്നെ കൊണ്ട് ഇരുമ്പ് വെട്ടിയിടാൻ പറ്റുമോ? അതിനവൻ പറയും പറ്റും. ജോറോ ആണെങ്കിൽ ഇപ്പൊ ബ്രൗൺ ബിയർഡിനോട് സ്ട്രെയിറ്റ് ഓടാനായിട്ട് പറയും. അവരങ്ങനെ ഓടി ഓടി ആ ഡോറിന്റെ തൊട്ടടുത്ത് എത്തേണ്ട താമസം സാമുറായും സോറോയും അവർ രണ്ടുപേരും അവരുടെ പവർ ഉപയോഗിച്ച് ആ ഡോർ ലാഞ്ഞു വെട്ടി അത് തകർത്ത് അകത്തേക്ക് കയറുകയാണ്. നമ്മുടെ ആൾക്കാർ അകത്തേക്ക് വന്നത് കണ്ട ലൂഫി അവനാണെങ്കിൽ സന്തോഷത്തിൽ തുള്ളിച്ചാടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.